പത്രോസ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം പറയുന്നു, ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നുവെന്ന്. ഒരാൾ പുകവലിക്കുന്നു, വലിച്ച് അതിന് നിർത്താൻ പോലും കഴിയാതെ അതിന് അഡിക്റ്റഡ് ആയി തീരുന്നു. അദ്ദേഹത്തിന് പിന്നെ അത് നിർത്താനേ കഴിയുന്നില്ല. സമയാസമയങ്ങളിൽ അദ്ദേഹത്തിന് പുകവലിച്ചാലേ സാധിക്കൂ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷെ എന്നിട്ടും ഈ ഒരു 1-2 രൂപയുടെ സിഗരറ്റിന്മേൽ ജയം കിട്ടാതെ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. അതൊരു സ്ലേവറിയാണ്, അതൊരു അടിമത്വമാണ്. മദ്യപാനം, നമുക്കറിയാം, മദ്യപാനം വരുത്തി വയ്ക്കുന്ന വിനകൾ ചെറുതാണോ? അല്ല. കുടുംബങ്ങൾ തകരുന്നു, കുടുംബ ബന്ധങ്ങൾ ഉലയുന്നു, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ അറ്റുപോകുന്നു, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ളതായ സ്നേഹബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു. പ്രിയപ്പെട്ടവർ, എത്രയോ കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കൾ മദ്യത്തിന് അടിമകളാണെന്ന് ഉള്ളതുകൊണ്ട് തന്നെ നിരാശപ്പെട്ട് കഴിയുന്നു. ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ? ഇതൊരു അടിമത്വമാണ്. മദ്യപാനം ഒരു അടിമത്വമാണ്. മദ്യപാനത്തിന് രക്ഷ നേടാൻ കഴിയുന്നില്ല. കോപത്തിന് അടിമകളായവരുണ്ട്. ഒരു ചെറിയ കാര്യം മതി അവർ കോപിക്കും, ഭയങ്കരമായി കോപിക്കും. വ്യഭിചാരത്തിന് അടിമകളായി കഴിയുന്നവരുണ്ട്. അന്യജഡമോഹം. സ്വന്തം ഭാര്യയുണ്ട്, പക്ഷേ അന്യജഡത്തെ മോഹിച്ച് വ്യഭിചാര ആസക്തിയിൽ നടക്കുന്ന അനേകരുണ്ട്. അവരതിന് അടിമയാണ്. പണത്തിന് അടിമകളായവരുണ്ട്. പണം ഉണ്ടാക്കുന്നത് തെറ്റാണോ? അല്ല. പക്ഷെ അടിമകളായി പോകുന്നു. പണമേ ശരണം. ദൈവം പറയുന്നു, ഏതിനോട് ഒരുവൻ തോൽക്കുന്നുവോ അതിന്റെ അടിമകളാണ്. എല്ലാ മേഖലകളിലും നാം സ്വാതന്ത്ര്യം അനുഭവിക്കണം. യേശുക്രിസ്തു 2000 വർഷം മുമ്പ് കാൽവറിയിൽ ഒരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം, ഒരു പ്രൊക്ലമേഷനാണ് നടത്തിയത്. പാപത്തിന്മേലുള്ള സ്വാതന്ത്ര്യം, മരണഭീതിന്മേലുള്ള സ്വാതന്ത്ര്യം, ശാപത്തിന്മേലുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ പരമയാഗത്താൽ നമുക്ക് നേടിത്തന്നതാണ്. അതുകൊണ്ടാണ് ഗലാത്യർക്ക് ലേഖനത്തിൽ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ക്രിസ്തു കാൽവറി ക്രൂശിൽ 3 ആണികളിൽ കെട്ടപ്പെട്ടത് നമുക്ക് സ്വാതന്ത്ര്യം തരാനാണ്. വിരോധാഭാസമായി നിങ്ങൾക്ക് തോന്നിയെന്നിരിക്കാം, യേശു കെട്ടപ്പെട്ടവനായതുകൊണ്ട് എനിക്ക് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. അത് വിശ്വാസത്താൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട്, യേശു ഒരു പാപിയെ പോലെ കാൽവറിയിൽ തൂങ്ങിയത് പാപിയായ എനിക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരാനാണെന്നും, ഒരു ശാപഗ്രസ്തനെ പോലെ യേശു കാൽവറി ക്രൂശിൽ മരണമടഞ്ഞത് ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം യേശുവിന്റെ പാദത്തിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം പൂർണ്ണ സ്വാതന്ത്ര്യം, ഒന്നിനും നമ്മെ അടിമപ്പെടുത്താൻ കഴിയാത്ത ആ വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ജീവിതം നമുക്ക് ലഭിക്കട്ടെ പ്രിയരെ. ഇതൊരു സ്വപ്നം മാത്രമാകരുത്, ഇത് യാഥാർത്ഥ്യമാണ്.